മലപ്പുറത്ത് മന്ത്രി ബന്ധുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ നീക്കം. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു പി കെ അബു താഹിറിനെയാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ ശ്രമം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള പ്രസിഡന്റ് കെ കെ മൻസൂർ കോയ തങ്ങൾ രാജിവെച്ചു. മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. പ്രതിപക്ഷമില്ലാതെ UDF ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് വേങ്ങര. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്നും ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഇതൊരു വലിയ കോംബോ ഓഫറാണ് കേട്ടോ. മന്ത്രിസ്ഥാനമുണ്ടെങ്കിൽ ബന്ധുക്കളെ നിയമിക്കാൻ പ്രസിഡന്റിനെ വരെ കൊണ്ട് സ്ഥാനം ഒഴിയിപ്പിക്കും. എന്താണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ആസൂത്രിത നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്? അപ്പോൾ ഇനി മലപ്പുറത്തൊക്കെ ഇനി ഒരുപാട് ബന്ധുക്കളെ, ഈ മന്ത്രിമാരുടെയും MLA മാരുടെയൊക്കെ ബന്ധുക്കളെ, ലീഗിന്റെ ബന്ധുക്കളെ പ്രതീക്ഷിക്കുക അല്ലേ പല സ്ഥാനക്കയറ്റത്തിലും? തീർച്ചയായും ഇപ്പോൾ അത് തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും എല്ലാം തന്നെ അടുത്ത ബന്ധുക്കളെയും അടുത്ത അനുയായികളെയും ഒക്കെ തന്നെ പിൻവാതിൽ നിയമനം വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പല തസ്തികയിലും ഇത്തരത്തിൽ അവരുടെ ബന്ധുക്കളെ എല്ലാം തന്നെ തിരികെ കയറ്റുന്ന ഒരു രീതി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായി തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിലുള്ള വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ മൻസൂറിനെ ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വം രാജിവെപ്പിച്ചിരിക്കുകയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ബന്ധുവിനെ ആ സ്ഥാനത്ത് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റിനെ രാജിവെപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അബു താഹിറിനെ ഇവിടെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ പ്രാദേശികമായി വലിയൊരു എതിർപ്പാണ് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ആ നീക്കത്തിൽ നിന്നും പിന്മാറി അവരുടെ ഒരു പ്രദേശത്തുള്ള ഒരു മുതിർന്ന നേതാവ് കൂടിയായിരുന്ന മൻസൂറിനെ പ്രസിഡന്റ് ആക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കൃത്യമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മൻസൂറിനെ ഇപ്പോൾ രാജിവെപ്പിച്ച് അവിടെ അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ പി കെ അബു താഹിറിനെ ആ സ്ഥാനത്ത് നിയമിക്കാനുള്ള ഒരു നീക്കം തുടരുന്നത്. പല കാര്യങ്ങളിലും കൃത്യമായി തന്നെ സ്വജന പക്ഷപാതം നടപ്പാക്കുന്ന ഒരു രീതി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അടക്കം ബന്ധു നിയമനങ്ങളും അതോടൊപ്പം തന്നെ സ്വജന പക്ഷപാതവും അടുത്ത അനുയായികളെ ഒക്കെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ മുസ്ലിം ലീഗിൽ തന്നെ വലിയ ഭിന്നത ഉണ്ടായിരുന്നു. യൂത്ത് ലീഗും MSFും ഇതിനെതിരെ പ്രമേയം അവതരിപ്പിച്ച ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇപ്പോഴും അത് തുടരുകയാണ്. ഇത് സമാനമായി തന്നെ കോൺഗ്രസിലും ഈ സ്ഥിതി വിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം അധികാരം ലഭിച്ചപ്പോൾ പൂർണ്ണമായും പിൻവാതിൽ നിയമനത്തിന് വ്യാപകമായി തന്നെ കളം ഒരുക്കുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് പിൻവാതിൽ നിയമനത്തിനായി ശുപാർശ കത്ത് അടക്കം നൽകിയിരുന്നു. KSEBയിലും അതോടൊപ്പം തന്നെ സപ്ലൈകോയിലും അടക്കം തൻ്റെ നോമിനികളെ നിയമിക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം ശുപാർശ കത്ത് അതാത് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. ഇങ്ങനെ കൃത്യമായി തന്നെ മുസ്ലിം ലീഗിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിലും ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളും സ്വജന പക്ഷപാതത്തിലൂടെയുള്ള നിയമനങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വതി, ശരി ശിവദാസ് കന്മനം, വിവരങ്ങൾ വ്യക്തമാണ്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആസൂത്രിത നീക്കമാണ്, ഒരു രഹസ്യ നീക്കമായിരുന്നു. പക്ഷെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാനാണ് നിലവിലുള്ള പ്രസിഡന്റിനെ വരെ സ്ഥാനം ഒഴിയിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശിവദാസ്.